ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. SSLC എക്കണോമിക്സ് നോട്ടിഫിക്കേഷൻ വരാറായല്ലേ? എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലായിരിക്കും എന്നറിയാം. ഇനി ആരെങ്കിലും ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങിക്കൊള്ളുക. കാരണം എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ലിസ്റ്റ് കാലാവധി തീരുന്നതിന്റെ ഇടയിൽ തന്നെ എക്സാമുകൾ നടത്തേണ്ടതും ഒക്കെ ആയിട്ടുള്ള ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷത്തിനും നമ്മൾ ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒട്ടും നമുക്ക് സമയം പാഴാക്കാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇന്ന് നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് SSLC നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ SSLC എക്കണോമിക്സ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG, B.Ed, സെറ്റ് അല്ലെങ്കിൽ നെറ്റ് ആണ്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എക്കണോമിക്സിൽ PGയും അതിനോടൊപ്പം തന്നെ സെറ്റും B.Ed അതിനുശേഷം സെറ്റും ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. UGC നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സെറ്റിന്റെ ആവശ്യവും വരുന്നില്ല. ഇത്രയുമാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ ലിസ്റ്റിന്റെ ഫ്രണ്ട് പേജാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എക്കണോമിക്സ് പരീക്ഷയിൽ അല്ലെങ്കിൽ SSLC എക്കണോമിക്സ് ജൂനിയർ അധ്യാപകർക്ക് ലഭിക്കുന്ന സാലറി പേ സ്കെയിലും നമ്മുടെ ലിസ്റ്റിനോടൊപ്പം തന്നെ ലിസ്റ്റിന്റെ ഫ്രണ്ട് പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫ്രം 45,600 തൊട്ടിട്ടാണ് ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തൊട്ടിട്ട് 95,600 വരെയാണ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേ സ്കെയിൽ വരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഈ ഒരു ക്വാളിഫിക്കേഷനിൽ വേറെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലെ, ഒന്ന് ആലോചിച്ചാൽ മതി. വേറെ ഏത് പോസ്റ്റിനാണ് നമുക്ക് ഇത്രയും ഒരു പേ സ്കെയില് ഗവൺമെന്റ് ജോബിൽ നമുക്ക് കിട്ടാനുള്ളത്? അപ്പൊ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതിനോടൊപ്പം തന്നെ വളരെയധികം സ്റ്റൈലിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു B.Ed കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി എന്ന് വിളിക്കാൻ പറ്റില്ല നമുക്ക് അവരെ, അല്ലെ, അധ്യാപകർ തന്നെയാണ് B.Ed കഴിയുമ്പോഴത്തേക്കും. അപ്പൊ അവർക്ക് ഒരു ഗവൺമെന്റ് സർവീസിൽ പ്രവേശിക്കാനുള്ള അവസരമാണ് അടുത്തതായിട്ട് വരാനായിട്ട് പോകുന്നത്. സോ ഇത്രയും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പേ സ്കെയിലുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം അപ്പിയർ ചെയ്യുന്ന SSLC എക്കണോമിക്സ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇപ്പം സാലറി സ്കെയില് ഒന്ന് മനസ്സിൽ വെച്ചുകൂടാ, അപ്പൊ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് തോന്നിക്കോളും. പിന്നെ ഉള്ളത് ഈ ഒരു ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ്, അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റ്. അങ്ങനെയാണ് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് കാറ്റഗറൈസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കാം. അപ്പം ലിസ്റ്റിന്റെ ഫസ്റ്റ് പേജാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാകും. എപ്പോഴാണ്? 6/2/2024 ഈ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്കണോമിക്സ് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോ 2024 എന്ത് ചെയ്തിട്ടുള്ളത്? ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ ടീച്ചിങ് പോസ്റ്റിന്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷമാണ് അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം 24 ഫെബ്രുവരിയിൽ ലിസ്റ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ 25 ഫെബ്രുവരി, 26 ഫെബ്രുവരി, 27 ഫെബ്രുവരിയിൽ ഈ ലിസ്റ്റ് എക്സ്പയർഡ് ആകും എന്ന് സാരം. അപ്പൊ 2027 ഫെബ്രുവരിയിൽ ഈ ലിസ്റ്റ് തീരും. ഉടനെ തന്നെ എന്ത് ചെയ്യണം? PSCക്ക് അടുത്ത പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ 27 ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2026 അതിന്റെ പരീക്ഷ നടന്നിരിക്കണം, അല്ലെ? കാരണം പരീക്ഷ മാത്രമല്ല, എക്കണോമിക്സ് ഹയർ സെക്കൻഡറി എക്കണോമിക്സ് എന്നുള്ള ഒരു ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് പോസ്റ്റ് ആണെങ്കിലും അവിടെ ഒരുപാട് പ്രൊസീജിയേഴ്സ്, നോർമൽ ഒരു PSC പരീക്ഷയിൽ ഇല്ലാത്ത കുറച്ച് എക്സ്ട്രാ പ്രൊസീജിയേഴ്സും കൂടെ ടീച്ചിങ് പോസ്റ്റുകളിൽ വരുന്നുണ്ട്. അതായത് നമ്മളൊരു റിട്ടേൺ എക്സാം ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺ എക്സാം അപ്പിയർ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യും? ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് എന്തുണ്ടാവുക? ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരിക. ഈ ഇന്റർവ്യൂയുടെ മാർക്കും ആഡ് ചെയ്യും, കൂടെ PG വെയിറ്റേജും കൂടെ ആഡ് ചെയ്തിട്ടാണ്
കഴിഞ്ഞ ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്രയും നീണ്ട ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരിക, അത് പരീക്ഷ നടത്തുക, അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, പിന്നീട് ഇന്റർവ്യൂ നടത്തുക, പിന്നെ ഈ PG വെയിറ്റേജും ഇന്റർവ്യൂ മാർക്കും എക്സാം മാർക്കും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലോട്ട് എത്താനായിട്ട് എന്ത് ചെയ്യും, കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് 27 ഫെബ്രുവരിയിൽ ലിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ അതിന് മുന്നോടിയായിട്ട് നടന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോ 2026 തീർച്ചയായിട്ടും എക്സാം നടന്നിരിക്കും. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്കണോമിക്സ് പരീക്ഷയുടെ PSC എക്സാം 2026 നടന്നിരിക്കും. അപ്പോ തീർച്ചയായിട്ടും ഡിസംബറിലോ ജനുവരിയിലോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അറിയാലോ 6 മാസം തീർച്ചയായിട്ടും എക്സാം അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അതിന് ആ ഒരു ടൈം ആവുമ്പോഴത്തേക്കും എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ ഇനി സമയം കളയാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടോ എന്നുള്ളത് ഇനി ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. പരീക്ഷ എന്ന് പറയുന്നത് അത്രയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ വരുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ കൂടെ തന്നെയാണ്, ഉദ്യോഗാർത്ഥികളുടെ കൂടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മത്സരിക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നു, എത്രത്തോളം ടൈം എടുത്തുകൊണ്ട് പഠിച്ച് റിവിഷൻ ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ടിരിക്കും നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ 26 പരീക്ഷ നടക്കും. 26 ഇപ്പം ഈ വർഷം ലാസ്റ്റ് തൊട്ട് തന്നെ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ജാനുവരി ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരാൻ ഹൈലി സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻസ് തുടങ്ങുക എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് റാങ്ക് ഫസ്റ്റ് റാങ്ക് തൊട്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് 213 പേരെയാണ്, റാങ്ക് നമ്പർ 213 വരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ മെയിൻ ലിസ്റ്റിൽ 213 പേരാണ് മൊത്തത്തില് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി മെയിൻ ലിസ്റ്റ് മാത്രമല്ല, എന്തും കൂടി ഉണ്ട്, നമുക്ക് സപ്ലിമെന്ററി ലിസ്റ്റും കൂടി ഉണ്ട്. സപ്ലിമെന്ററി ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈഴവക്ക് 39 പേര് ഈഴവയില് അടങ്ങിയിട്ടുണ്ട്. ST കാറ്റഗറിയിൽ ഇത് കൂടാതെയാണ് കേട്ടോ ഇത്. ഈ 213 പുറമെ 39 ഈഴവക്കാര്, ST-ക്കാര് 28 പേര്, ST കാറ്റഗറിയിൽ 24 പേര്, പിന്നെ മുസ്ലിം കാറ്റഗറിയിൽ 36, അതേപോലെ LC-യിൽ 12, OBC-യിൽ 10, വിശ്വകർമ്മ 11, പിന്നെ നാടാറ് അവിടെയും ഉണ്ട് 5 പേര്. പിന്നെ അങ്ങനെ പല കാറ്റഗറിയിലായിട്ട് നമുക്ക് ഒരുപാട് അധികം കാൻഡിഡേറ്റ്സ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു എക്സാം റിസൾട്ട് ആയിരുന്നു അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ കണ്ടിരുന്നത്. അപ്പോ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് കിട്ടാനുള്ള, ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്കണോമിക്സ് പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പഠനം തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും, കഴിഞ്ഞ റീസെന്റ് കൊമേഴ്സിന്റെ പരീക്ഷ കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റുകൾ ഒന്ന്, പൊളിറ്റിക്സ്, ഫിസിക്സ്, അങ്ങനെ പല എക്സാമുകളും നടന്നിരുന്നു. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു സീസൺ ആണ്, HSSC പരീക്ഷകളുടെ ഒരു സീസൺ ആണ് ഇപ്പോൾ. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു റാങ്ക് ലിസ്റ്റ് അനാലിസിസും ഒക്കെ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് പരീക്ഷ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും. വിതിൻ 2 months നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ തുടർന്ന് എക്സാമും അല്ലെങ്കിൽ ഈ പറയുന്ന 2026 പകുതിക്ക് മുന്നേ തന്നെ തീർച്ചയായിട്ടും എക്സാമും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്രയും എഫിഷ്യന്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ ആ രീതിയിൽ പഠിക്കുക, പ്രിപ്പറേഷൻസ് തുടങ്ങുക. അതിനോടൊപ്പം നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.